voice of Kuttur, bridging heritage and headlines. Sri Rama 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 Sri Ramachandra Jaya Sri Rama 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 Sri Ramabhadra Jaya Sri Rama 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 Sita Abhirama Jaya Sri Rama 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 Lokabhirama Jaya. ഉറപ്പായും എല്ലാവരും പറയുന്നു സീതയ്ക്ക് രാവണനോടും മണ്ഡോദരിയോടും ഏതോ ഒരു കർമ്മബന്ധം, ഏതോ ഒരു മുജ്ജന്മബന്ധം നിലനിന്നിരുന്നു എന്നാണ് പൊതുവെ അംഗീകരിക്കപ്പെടുന്ന ഒരു പാഠം. വേദവതിയുടെ പുനർജന്മമോ വേദവതിക്ക് രാവണനിലുണ്ടായ മകളോ ആണ് സീത എന്ന് പൊതുവെ ഒരു അഭിപ്രായം ഉണ്ട്. രാവണന് മണ്ഡോദരിയിലുണ്ടായ മകളാണ് സീത എന്നാണ്. രാമൻ ഉപേക്ഷിച്ചതിന് ശേഷം സീതയ്ക്ക് 2 കുട്ടികളുണ്ടായി, ലവനും കുശനും. അശ്വമേധ സമയത്ത് രാമന്റെ കുതിരയെ ലവനും കുശനും പിടിച്ചുകെട്ടി. ലക്ഷ്മണന് പോലും തോൽപ്പിക്കാനാവാത്ത കുമാരന്മാർ രാമന്റേതാണെന്ന് ലക്ഷ്മണന് മനസ്സിലാവുന്നുണ്ട്. രാമൻ സീതയെ തിരിച്ചു വിളിച്ചിട്ട് ഒരിക്കൽ കൂടി ചാരിത്രശുദ്ധി തെളിയിക്കാൻ പറഞ്ഞു. ആ സമയത്ത് സീത ഭൂമിയിലേക്ക് നമസ്കാരം. വോയിസ് ഓഫ് കുട്ടൂരിൻ്റെ മറ്റൊരു പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. രാമായണ പൊരുൾ തേടിയുള്ള ഒരു യാത്രയിലാണല്ലോ നമ്മൾ. ഇന്ന് നമ്മൾ കേൾക്കാൻ പോകുന്നത് സീതയുടെ കഥയാണ്. സീതയുടെ കഥ നമുക്ക് പറഞ്ഞു തരാൻ നമ്മോടൊപ്പം ഉള്ളത് എറണാകുളം മഹാരാജാസ് കോളേജിലെ മലയാളം അധ്യാപിക ഡോക്ടർ മഞ്ജു വി മധു ആണ്. ഡോക്ടർ മഞ്ജുവിനെ നമുക്ക് വോയിസ് ഓഫ് കുട്ടൂരിൻ്റെ ഈ പ്ലാറ്റ്ഫോമിലേക്ക് സഹർഷം സ്വാഗതം ചെയ്യാം. നമസ്കാരം. നമസ്കാരം ടീച്ചർ. നമ്മൾ ഇന്ന് രാമായണത്തിലെ സീതയെയാണ് പരിചയപ്പെടുത്തുന്നത്. സീത ദുഃഖപുത്രിയാണ്. സീത ഭാരത സ്ത്രീത്വത്തിന്റെ ഏറ്റവും മകുടോദാഹരണമായ ഒരു വ്യക്തിത്വമാണെന്നൊക്കെയാണ് നമ്മൾ പഠിച്ചിട്ടുള്ളതും അറിഞ്ഞിട്ടുള്ളതും ഒക്കെ. നമ്മുടെ വ്യൂവേഴ്സ് ടീച്ചറിന്റെ വിശകലനത്തിനായി കാത്തിരിക്കുകയാണ്. പ്ലീസ്. സീത ആരാണ്? നമ്മളുടെ ഭാരതത്തിലെ ആദ്യ കാവ്യമായ രാമായണത്തിലെ നായികയാണ് സീത. സീത ഭാരതീയ സ്ത്രീത്വത്തിന്റെ ഉത്തമ മാതൃക, ദുഃഖപുത്രി, അങ്ങനെ ഇത്രമാത്രം വിശേഷണങ്ങൾക്ക് വിധേയായ മറ്റൊരു ഇതിഹാസ കഥാപാത്രമുണ്ടെന്ന് നമുക്ക് പറയാൻ പറ്റുന്നില്ല. സീതയുടെ ജനനത്തെക്കുറിച്ച് വിഭിന്നങ്ങളായ അഭിപ്രായങ്ങളുണ്ട്. കമ്പരാമായണത്തിലും പിന്നെ രാമായണത്തിലെ പാഠാന്തരങ്ങളായ അത്ഭുത രാമായണത്തിലും ആനന്ദ രാമായണത്തിലുമൊക്കെ സീതയുടെ ജനനം വളരെ വ്യത്യസ്തമായ രീതിയിലാണ് വർണ്ണിച്ചിരിക്കുന്നത്. കമ്പരാമായണത്തിൽ വേദവതി എന്ന ഒരു പെൺകുട്ടി മഹാവിഷ്ണുവിനെ ഭർത്താവായി ലഭിക്കാൻ തപസ് ചെയ്തു. യാദൃച്ഛികമായി രാവണൻ വേദവതിയെ കാണുന്നു. വേദവതിയുടെ അഭൗമമായ അലൗകികമായ സൗന്ദര്യത്തിൽ ഭ്രമിച്ചുപോയ രാവണൻ വേദവതിയെ പ്രാപിക്കുകയാണ്. അശുദ്ധമായ ശരീരം ഇനി തനിക്ക് വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് വേദവതി ഒരു പെൺകുഞ്ഞിന് ജന്മം നൽകിയതിന് ശേഷം അഗ്നിപ്രവേശം നടത്തുന്നു. അതിനു മുമ്പ് ശപിക്കുന്നുണ്ട്, ഈ പെൺകുഞ്ഞ് കാരണം നീ മരിക്കുമെന്ന്. ആ കുഞ്ഞിനെ രാവണൻ പെട്ടിയിൽ ഒഴുക്കി വിടുന്നു. ആ കുഞ്ഞാണ് സീത എന്ന് കമ്പരാമായണത്തിൽ പറയുന്നു. എന്നാൽ ദേവി ഭാഗവതത്തിൽ പറയുന്നത് രാവണന് മണ്ഡോദരിയിലുണ്ടായ മകളാണ് സീത എന്നാണ്. മയൻ മണ്ഡോദരിയെ വിവാഹം കഴിച്ചു കൊടുക്കുമ്പോൾ പറഞ്ഞിട്ടുണ്ട്, ഇവൾക്കുണ്ടാകുന്ന ആദ്യത്തെ കുട്ടി കുലം നശിപ്പിക്കും, അതുകൊണ്ട് അവളെ കൊല്ലണം എന്ന് രാവണനോട് ആവശ്യപ്പെട്ടതായും രാവണൻ ആദ്യമുണ്ടായ കുഞ്ഞിനെ കൊല്ലാനുള്ള മനസ്സില്ലാതെ വെള്ളത്തിലൊഴുക്കി വിട്ടു എന്നും ഒരു കഥയുണ്ട്. അത്ഭുത രാമായണത്തിൽ പറയുന്നത് ഇതിൽ നിന്ന് ഒരുപാട് വ്യത്യസ്തമായ ഒരു കഥയാണ്. വൃത്സമദൻ എന്ന മഹർഷി ജപിച്ച പാൽ കഴിച്ച് മണ്ഡോദരി ഗർഭവതിയായി എന്നാണ്. ആനന്ദ രാമായണത്തിൽ പറയുന്നത് പത്മ എന്ന രാജകുമാരിയുടെ പുനർജന്മമാണ്. പത്മയെ രാവണൻ വധിക്കുന്നു. പത്മ ശപിക്കുന്നു, ഞാൻ തിരിച്ചു വരും എന്ന് ശപിച്ചു, നിന്നെ നശിപ്പിക്കും എന്ന് ശപിക്കുന്നു. അതനുസരിച്ച് ആ ശാപം ഫലിക്കുന്നു, പത്മ പുനർജന്മം എടുക്കുന്നു എന്നാണ്. ഈ ജനനത്തെക്കുറിച്ചുള്ള പാഠങ്ങൾ പലതുണ്ടെങ്കിലും ഒരു കാര്യം ഉറപ്പായും എല്ലാവരും പറയുന്നു, സീതയ്ക്ക് രാവണനോടും മണ്ഡോദരിയോടും ഏതോ ഒരു കർമ്മബന്ധം, ഏതോ ഒരു മുജ്ജന്മബന്ധം നിലനിന്നിരുന്നു എന്നാണ്. പൊതുവെ അംഗീകരിക്കപ്പെടുന്ന ഒരു പാഠം വേദവതിയുടെ പുനർജന്മമോ വേദവതിക്ക് രാവണനിലുണ്ടായ മകളോ ആണ് സീത എന്ന് പൊതുവെ ഒരു അഭിപ്രായം ഉണ്ട്. അങ്ങനെ സീതയെ ജനകന് ഉഴവുചാലിൽ നിന്ന് കിട്ടി. മക്കളില്ലാതിരുന്ന ജനകൻ സീതയെ സ്വന്തം മകളെ പോലെ വളർത്തി.
പിന്നീടുള്ള കഥകൾ നമുക്ക് എല്ലാവർക്കും അറിയാം. രാമായണ കഥ തന്നെ അതാണല്ലോ. ശൈവചാപമൊടിച്ച് രാമൻ സീതയെ വിവാഹം കഴിച്ചു. സീത അയോധ്യയിലെത്തി. പട്ടാഭിഷേകത്തിന് തൊട്ടു മുമ്പ് അച്ഛന്റെ സത്യം പാലിക്കാൻ വേണ്ടി രാമൻ കാട്ടിൽ 14 വർഷത്തേക്ക് പോയി. വനവാസത്തിന് പോയ രാമനെ സീത പിന്തുടർന്നു. അവിടെ വെച്ച് സ്വർണ്ണമാനിനെ കണ്ടു. ആ കഥ വിശദീകരിക്കേണ്ട ആവശ്യമില്ല, കാരണം പൊതുവെ എല്ലാവർക്കും അറിയാവുന്ന കഥ തന്നെയാണ്. സീതയുടെ അന്തർധാനത്തെ കുറിച്ചാണ് പിന്നെ പാഠാന്തരങ്ങളുള്ളത്. കാരണം മായാസീത എന്നൊരു സങ്കല്പം രാമായണത്തിൽ പറയുന്നുണ്ട്. രാവണൻ സീതയെ മോഷ്ടിക്കുന്നതിന് തൊട്ടു മുമ്പ് അഗ്നിദേവൻ രാമന്റെ അടുക്കൽ യോഗശക്തി കൊണ്ടൊരു മായാസീതയെ സൃഷ്ടിച്ചു കൊടുക്കുന്നു. അതിനുശേഷം യഥാർത്ഥ സീതാദേവിയെ അഗ്നിദേവന്റെ കൊട്ടാരത്തിലേക്ക് കൊണ്ടുപോകുന്നു. സുരക്ഷിതയായി അവിടെ പാർപ്പിക്കുന്നു. ഒടുവിൽ രാമരാവണ യുദ്ധത്തിന് ശേഷം രാവണൻ മരിച്ചു. അത് കഴിഞ്ഞ് ചാരിത്രശുദ്ധി തെളിയിക്കാൻ വേണ്ടി അഗ്നിപ്രവേശം ചെയ്യുന്ന സീത യഥാർത്ഥത്തിൽ മായാസീതയാണ്. അഗ്നിദേവൻ മായാസീതയെ തിരിച്ചെടുക്കുന്നു, പകരം യഥാർത്ഥ സീതയെ തിരിച്ചു കൊടുക്കുന്നു. അങ്ങനെയാണ് രാമായണത്തിലെ മായാസീത എന്ന സങ്കല്പം പറയുന്നത്. അതിനുശേഷം സീത അയോധ്യയിലെത്തി 1000 സംവത്സരത്തോളം സകല ഐശ്വര്യത്തോടും വാണു എന്ന് പറയുന്നുണ്ട്. പിന്നീട് വന്ന ഭാഗങ്ങൾ ഉത്തര രാമായണത്തിലുള്ളതാണ്. ഉത്തര രാമായണവും ബാലകാണ്ഡവും പിന്നീട് കൂട്ടിച്ചേർത്തതാണെന്ന് പണ്ഡിതന്മാർ അഭിപ്രായപ്പെടുന്നു. ഉത്തര രാമായണത്തിൽ പറയുന്നത് സീതയെ ലോകാപവാദം ഭയന്ന് രാമൻ ഉപേക്ഷിച്ചു. രാമൻ ഉപേക്ഷിച്ചതിന് ശേഷം സീതയ്ക്ക് 2 കുട്ടികളുണ്ടായി, ലവനും കുശനും. അശ്വമേധ സമയത്ത് രാമന്റെ കുതിരയെ ലവനും കുശനും പിടിച്ചുകെട്ടി. ലക്ഷ്മണന് പോലും തോൽപ്പിക്കാനാവാത്ത കുമാരന്മാർ രാമന്റേതാണെന്ന് ലക്ഷ്മണന് മനസ്സിലാവുന്നുണ്ട്. വാൽമീകി ആ കുട്ടികളെ തിരിച്ച് കൊട്ടാരത്തിലെത്തിച്ചു. അപ്പോൾ രാമൻ സീതയെ തിരിച്ചു വിളിച്ചിട്ട് ഒരിക്കൽ കൂടി ചാരിത്രശുദ്ധി തെളിയിക്കാൻ പറഞ്ഞു. ആ സമയത്ത് സീത ഭൂമിയിലേക്ക് അന്തർധാനം ചെയ്തു എന്ന ഒരു പാഠമുണ്ട്. എന്നാൽ ആ സമയത്ത് സീത ചാരിത്രശുദ്ധി തെളിയിച്ചതിന് ശേഷം വീണ്ടും അയോധ്യയിൽ ഐശ്വര്യത്തോടെ വാണപ്പോൾ കൈകേയി സീതയോടുള്ള അസൂയ കൊണ്ട് ഒരു പലകയിൽ രാവണന്റെ ചിത്രം വരയ്ക്കാൻ ആവശ്യപ്പെട്ടു. ആദ്യം സീത മടിച്ചെങ്കിലും അമ്മയുടെ നിർബന്ധം കൊണ്ട് രാമൻ ഇരിക്കുന്ന പലകയായിരുന്നു. അറിയാതെ സീത അതിൽ രാവണന്റെ പടം വരച്ചു. അത് കണ്ടു കുപിതനായ രാമൻ ഈ ചിത്രം വരച്ച ആളിനെ വധിക്കാൻ ഉത്തരവിട്ടു. ആ സമയത്താണ് സീത അന്തർധാനം ചെയ്തത് എന്ന് വേറൊരു പാഠമുണ്ട്. അവിടെ വീണ്ടും കൈകേയി ഒരു അസൂയയുടെ ഒരു രൂപമായി വരുന്നുമുണ്ട്. ഈ പാഠങ്ങൾ എന്തു തന്നെ ആയാലും ഒരു കാര്യം നമുക്ക് ഉറപ്പിക്കാം. സീത ഭൂമിയിൽ നിന്ന് വന്നു, ഭൂമിയോളം ക്ഷമിച്ചു, ഭൂമിയിലേക്ക് തിരിച്ചുപോയി. വാസ്തവത്തിൽ രാമായണം രാമന്റെ അയനമാണ്, രാമന്റെ സഞ്ചാരമാണ്. എന്നാൽ രാമന്റെ കഥ പറയാനിറങ്ങിയ ആദി കവി പറഞ്ഞു വന്നപ്പോൾ അത് സീതയുടെ കഥയായി പോയി എന്ന് നമുക്ക് വിലയിരുത്താം. കഥാപാത്രത്തിന്റെ മഹത്വം വിലയിരുത്തുമ്പോൾ രാമനേക്കാൾ ഒരുപടി മുന്നിൽ തന്നെയാണ് സീത. സീത നല്ലൊരു മകളായിരുന്നു. വാസ്തവത്തിൽ കൗമാര പ്രാരംഭത്തിൽ മാത്രമെത്തിയ ഒരു പെൺകുട്ടി ശൈവചാപമൊടിച്ച ഒരു വീരന്റെ, ഒരു സുന്ദരനും ശക്തനും ഒക്കെയായ ഒരു രാജകുമാരന്റെ ഭാര്യയായി വരുമ്പോൾ എത്രമാത്രം സ്വപ്നങ്ങളോടെ ആയിരിക്കും വരുന്നത്. അവിടെ ആദ്യം സീതയ്ക്ക് വിധിച്ചത് വനവാസമാണ്. എന്നാൽ സീതയ്ക്ക് വേണമെങ്കിൽ രാമനെ പ്രകോപിപ്പിക്കാമായിരുന്നു, അല്ലെങ്കിൽ ജനകനോട് പരാതി പറയാമായിരുന്നു. ഇതൊന്നും ചെയ്യാതെ പിതൃനിർദ്ദേശം അനുസരിച്ച് പ്രവർത്തിക്കുക, അച്ഛന്റെ സത്യം പാലിക്കുക എന്നതൊരു മകളുടെ കർമ്മമാണെന്ന് മനസ്സിലാക്കി കാട്ടിലേക്ക് കൂടെ ഇറങ്ങി. ഒരു നല്ല ഭാര്യയായിരുന്നു, അത് നമ്മൾ വിശദീകരിക്കേണ്ട കാര്യമില്ല. നല്ല ഭാര്യ തന്നെയാണ്. എന്നാൽ ചോദ്യം ചെയ്യേണ്ടടുത്ത് ചോദ്യം ചെയ്യുന്നുമുണ്ട്. ചാരിത്രധർമ്മം അനുഷ്ഠിക്കാൻ അഗ്നിപ്രവേശം ചെയ്യാൻ പറഞ്ഞപ്പോൾ രാമനെ സീത ചോദ്യം ചെയ്യുന്നുണ്ട്. ഒരു നല്ല അമ്മയായിരുന്നു. സീതയ്ക്ക് വേണമെങ്കിൽ ലവനെയും കുശനെയും അച്ഛനെതിരെയായിട്ട് വളർത്താമായിരുന്നു. തന്നോട് ഇത്ര അനീതി ചെയ്തു എന്ന് ഉത്തര രാമായണത്തിലാണ് ആ ഒരു ഉപേക്ഷിക്കുന്ന കാര്യം പറയുന്നത്. എങ്കിൽ തന്നെയും അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ടെങ്കിൽ തന്നോട് ഇത്ര അനീതി ചെയ്ത ഒരു ഭർത്താവിനോട് പക ഏത് സ്ത്രീക്കായാലും മനസ്സിൽ തോന്നും. ഏത് സ്ത്രീക്കായാലും കുടുംബജീവിതത്തിൽ തന്നോട് അനീതി ചെയ്തവരോട് പക തോന്നും. സീതയ്ക്ക് വേണമെങ്കിൽ ലവകുശന്മാരെ അച്ഛനെതിരെ വളർത്താമായിരുന്നു. പക്ഷേ അങ്ങനെയും ചെയ്തില്ല. ക്ഷാത്ര തേജസ്സിന്റെ അവതാര രൂപങ്ങളായ ആ കുഞ്ഞുങ്ങളെ അച്ഛനെ സ്നേഹിക്കുന്ന, രാജ്യത്തെ നയിക്കാൻ പ്രാപ്തരായ രാജകുമാരന്മാരാക്കി ആ ഒരു ആശ്രമത്തിൽ വെച്ച് സീത വളർത്തി.
യഥാർത്ഥത്തിൽ മാതൃത്വത്തിന്റെ മൂർത്തിമത് ഭാവമായി കൂടി നമുക്ക് സീതയെ കണക്കാക്കാം. സീത ഒരു നല്ല രാജ്ഞിയായിരുന്നു. രാമരാജ്യം എന്നത് നമുക്കറിയാമല്ലോ, എന്നും എല്ലാവരും പോസിറ്റീവ്സ് മാത്രമുള്ള, നന്മകളും ഐശ്വര്യവും മാത്രമുള്ള ഒരു രാജ്യമാണ് രാമരാജ്യം. രാമരാജ്യം അതുപോലെ അഭിവൃദ്ധിപ്പെടാൻ, നല്ലൊരു രാജാവാകാൻ താങ്ങും തണലുമായി ഒരു ഭാര്യയായി, രാജ്ഞിയായി സീത നിന്നു. അപ്പോൾ നല്ലൊരു അമ്മയാണ്, നല്ലൊരു ഭാര്യയാണ്, നല്ലൊരു രാജ്ഞിയാണ്. ജീവിതത്തിലെ എല്ലാ രംഗങ്ങളും ഒരുപോലെ പരിപൂർണമായി ആടിഫലിപ്പിച്ച ഒരു കഥാപാത്രം തന്നെയാണ് സീത എന്ന് പറയേണ്ടി വരും. യഥാർത്ഥത്തിൽ ഭാരതീയ സ്ത്രീ സത്തയുടെ ആത്യന്തിക പ്രതിരൂപമാണ് സീത. ക്ഷമ, പരിശുദ്ധി, ത്യാഗം, സഹനം, ശക്തി, ഇതിന്റെ എല്ലാം പ്രതിരൂപം. ഈ 14 ലോകങ്ങളും കീഴടക്കിയ, യമധർമ്മനെ പോലും തോൽപ്പിച്ചു നിർത്തിയ രാക്ഷസ പ്രഭാവത്തിന് സീത എന്ന വ്യക്തിയെ സ്പർശിക്കാൻ പോലും കഴിയുന്നില്ല. അങ്ങനെയുള്ള ഒരു ആത്യന്തിക ശക്തിയുടെ സ്രോതസ് തന്നെയായി സീതയെ നമുക്ക് വിലയിരുത്താം. നമ്മുടെ സീതയുടെ കഥ ഇവിടെ തീരുന്നില്ല കേട്ടോ. ഇനിയുള്ള കഥ കുറച്ച് രസകരമാണ്. നമുക്ക് പലതും പുതിയ അറിവുകളുമാണ്. മൂലകൃതിയായ വാൽമീകി രാമായണത്തിൽ ബാലകാന്ഡവും ഉത്തരകാന്ഡവും ഉണ്ടായിരുന്നില്ല എന്നും അത് പിന്നീട് എഴുതി ചേർത്തതാണെന്നും മഞ്ജു ടീച്ചർ വ്യക്തമാക്കിയല്ലോ. സീതയെ പറ്റിയുള്ള നമ്മുടെ ഈ എപ്പിസോഡിന്റെ അടുത്ത ഭാഗത്തിൽ വളരെ രസകരമായ ചില കാര്യങ്ങളാണ് ടീച്ചർ നമ്മളോട് പറയാൻ പോകുന്നത്. വാൽമീകി രാമായണത്തെ അധികരിച്ച് പിന്നീട് പല പാഠഭേദങ്ങളും ഉണ്ടായിട്ടുണ്ടെന്ന് ടീച്ചർ പറഞ്ഞു കഴിഞ്ഞു. ഇതിൽ വളരെ രസകരമായ കാര്യം, നമ്മുടെ കേരളത്തിന്റെ വടക്ക് ഭാഗത്ത് മലബാറിലും വയനാട്ടിലുമൊക്കെ പ്രചാരത്തിലുള്ള മറ്റൊരു രാമായണമാണ് മാപ്പിള രാമായണം. നിങ്ങളിൽ പലർക്കും ഇതൊരു പുതിയ അറിവായിരിക്കും അല്ലേ? മാപ്പിള രാമായണത്തിൽ സീതയെ സീതാ ബീവി ആയിട്ടാണ് ചിത്രീകരിച്ചിട്ടുള്ളത്. ആനന്ദ രാമായണം, അത്ഭുത രാമായണം, കമ്പരാമായണം, പിന്നെ മാപ്പിള രാമായണം, ഇങ്ങനെ വാൽമീകി രാമായണത്തിന് പല പാഠഭേദങ്ങളും വന്നിട്ടുണ്ട്. ഇങ്ങനെയുള്ള രസകരമായ അറിവുകൾ കേൾക്കാൻ നമുക്ക് അടുത്ത എപ്പിസോഡിനായി കാത്തിരിക്കാം. This is Radhakrishnan Kuttu signing off from Voice of Kuttu, Bridging Heritage and Headlines. Thank you. വാണിടുക നാരദമെന്നുടെ നാവു തന്മേൽ വാണിമാതാവേ വർണ്ണവിഗ്രഹേ വേദാത്മികേ. Voice of Couture, Bridging Heritage and Headlines.